എ ടു സെഡ് ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നാം വയനാട് ജില്ലയെ സംബന്ധിച്ച് കേരളത്തിലെ ജില്ലകൾ എന്ന് വിവിധ മത്സര പരീക്ഷകളിലും PSC പരീക്ഷകളിലുമെല്ലാം ചോദിക്കാറുള്ള കേരളത്തിലെ ജില്ലകൾ എന്ന തലക്കെട്ടിൽ വയനാട് ജില്ലയെ സംബന്ധിച്ച് പാർട്ട് 1 അതിൻ്റെ ഒന്നാം ഭാഗം നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വയനാട് ജില്ലയെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങളാണ്. പാർട്ട് 2 രണ്ടാം ഭാഗം എന്ന നിലയിൽ. അതോടൊപ്പം തന്നെ വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ പഴശ്ശിരാജ, ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അതിനു മുമ്പായി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലിൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ യഥാസമയം ഇതിൽ വരുന്ന പുതിയ പുതിയ ഇൻഫർമേഷൻസും അപ്ഡേഷനുകളും നിങ്ങൾക്ക് ലഭ്യമാകും. എ ടു സെഡ് ജാലകം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഭൗമസൂചിക പദവി ലഭിച്ച വയനാടൻ സുഗന്ധ നെല്ലിനങ്ങളാണ് ഗന്ധശാല, ജീരകശാല. അപ്പോൾ ഗന്ധശാല, ജീരകശാല എന്നീ നെല്ലിനങ്ങൾക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ച വയനാട്ടിലെ നെല്ലിനങ്ങൾ. വയനാട് ജില്ലയിൽ നടന്നു വരുന്ന മഴ ഉത്സവമാണ് സ്പ്ലാഷ്. വയനാട് ജില്ലയിലെ ഒരു മഴ ഉത്സവമാണ് സ്പ്ലാഷ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ്, അത് വയനാട് ജില്ലയിലെ മീനങ്ങാടി. വയനാട് ജില്ലയിൽ നിലനിന്നിരുന്ന ഒരു അടിമ സമ്പ്രദായമാണ് വല്ലിപ്പണി എന്നറിയപ്പെട്ടിരുന്നത്. വല്ലിപ്പണി എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിലുണ്ടായിരുന്ന ഒരു അടിമ സമ്പ്രദായം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ ഖനനം നടന്നത് വയനാട് ജില്ലയിലാണ്. അത് 1875 ആ സ്വർണ്ണ ഖനനം നടത്തിയത് ആൽഫ ഗോൾഡ് മൈൻസ് എന്ന കമ്പനിയാണ്. 1875 ആൽഫ ഗോൾഡ് മൈൻസ് ആണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി സ്വർണ്ണ ഖനനം നടത്തിയത്. അത് വയനാട് ജില്ലയിലാണ്. ആധുനിക വയനാടിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആധുനിക വയനാടിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MK ജിനചന്ദ്രൻ. ആധുനിക വയനാടിൻ്റെ പിതാവ് MK ജിനചന്ദ്രൻ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ST വനിത, ഷെഡ്യൂൾഡ് ട്രൈബ്, അതായത് പട്ടികവർഗ വനിത ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അത് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന A ദേവകി. കേരളത്തിലെ ആദ്യത്തെ പട്ടികവർഗ വനിത ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അത് A ദേവകി എന്ന വയനാട്ടുകാരിയാണ്. ഇനി മിക്ക പരീക്ഷകളിലും, മത്സര പരീക്ഷകളിലും ക്വിസ് കോമ്പറ്റീഷനുകളൊക്കെ ചോദിക്കും വരാറുള്ള ഒന്നാണ് പഴശ്ശിരാജ എന്ന വിഷയം. പഴശ്ശിരാജയെ സംബന്ധിച്ച് കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളുമായി എല്ലാം ഇത് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ കൂടുതലും ഇത് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ടാണ് പഴശ്ശിരാജയുള്ളത്. വളരെ കൺഫ്യൂസിംഗ് ആയ ചോദ്യങ്ങളും ഇതിൽ വരാറുണ്ട്. പഴശ്ശിരാജ, കേരള സിംഹം, കോട്ടയം കേരളവർമ്മ, കൊട്ടിയോട്ട് രാജ, പുരളിശെമ്മാൻ, പുരളീശ്വരൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ആ പഴശ്ശിരാജ ഏതെല്ലാം പേരുകൾ അറിയപ്പെടുന്നുണ്ട്? കേരള സിംഹം, കോട്ടയം കേരളവർമ്മ, കൊട്ടിയോട്ട് രാജ, പുരളിശെമ്മാൻ അല്ലെങ്കിൽ പുരളീശ്വരൻ. ഇനി കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് KM പണിക്കരാണ്, സർദാർ KM പണിക്കർ. ഈ KM പണിക്കർ രചിച്ച 2 പുസ്തകങ്ങളാണ് കേരള സിംഹം, അതുപോലെ തന്നെ പറങ്കിപ്പടയാളികൾ. അപ്പോൾ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് KM പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് കേരള സിംഹം, അതുപോലെ മറ്റൊരു പുസ്തകമാണ് പറങ്കിപ്പടയാളികൾ. പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശം. അതുകൊണ്ട് തന്നെ കോട്ടയം കേരളവർമ്മ എന്നും പഴശ്ശിരാജ അറിയപ്പെടുന്നു. പുരളിശെമ്മാൻ, പുരളീശ്വരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതും പഴശ്ശിരാജയാണ്. അതായത് പഴശ്ശിയുടെ മിക്ക സൈനിക പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ചിരുന്ന സ്ഥലമാണ് പുരളിമല. പഴശ്ശിരാജയുടെ സൈനിക അക്രമങ്ങളും സൈനിക പ്രവർത്തനങ്ങളുമെല്ലാം കേന്ദ്രീകരിച്ചിരുന്ന സ്ഥലമാണ് പുരളിമല. അതുകൊണ്ട് തന്നെയാണ് പഴശ്ശിരാജ പുരളീശ്വരൻ
അല്ലെങ്കിൽ പുരളി ഷെമ്മാൻ എന്നും അറിയപ്പെട്ടിരുന്നു. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ, അതായത് തലശ്ശേരിയിലെ ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ, തലശ്ശേരിയിൽ ഉണ്ടായിരുന്ന സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. ഇദ്ദേഹം തന്നെയാണ് പഴശ്ശിയെ വധിക്കാൻ ഉത്തരവിട്ട സബ് കളക്ടറും. പഴശ്ശിയെ വധിക്കാൻ ഉത്തരവിട്ട ബ്രിട്ടീഷ് സബ് കളക്ടർ അതും തോമസ് ഹാർവേ ബാബറാണ്. അദ്ദേഹമാണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയതും. ഇനി പഴശ്ശി കലാപം അടിച്ചമർത്തിയ സൈന്യാധിപൻ, നേരത്തെ പറഞ്ഞ സബ് കളക്ടർ അത് തോമസ് ഹാർവേ ബാബർ, എന്നാൽ സൈന്യാധിപൻ, അടിച്ചമർത്തിയ സൈന്യത്തിൻ്റെ നേതാവ്, സൈന്യാധിപൻ കേണൽ ആർതർ വെല്ലസ്ലി. കേണൽ ആർതർ വെല്ലസ്ലി ഈ പഴശ്ശി കലാപം അടിച്ചമർത്താൻ വേണ്ടി അദ്ദേഹം രൂപീകരിച്ച 12,000 പേരടങ്ങുന്ന 12,000 പോലീസുകാരടങ്ങുന്ന ആ സൈന്യത്തിൻ്റെ പേരാണ് കോൽക്കാർ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ സൈന്യാധിപൻ കേണൽ ആർതർ വെല്ലസ്ലി, അദ്ദേഹത്തിൻ്റെ സൈന്യം 12,000 പോലീസുകാരടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ പേര് കോൽക്കാർ എന്നാണ്. ഇനി സാധാരണ ചോദിക്കാറുള്ളതാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടവും രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാലഘട്ടവും. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ വിപ്ലവ കാലഘട്ടം അതിൻ്റെ സമയം 1793 മുതൽ 1797 വരെ. ചിലപ്പോൾ അത് നൂറ്റാണ്ട് അടിസ്ഥാനത്തിൽ ചോദിക്കാറുണ്ട്. ചോയ്സിൽ നൂറ്റാണ്ടുകളും തരാറ്, 16-ാം നൂറ്റാണ്ട്, 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട് അങ്ങനെ തരാറുണ്ട്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെ, അത് 18-ാം നൂറ്റാണ്ടിലാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെ. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം, അത് 19-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയത്ത് 18-ാം നൂറ്റാണ്ടിൽ, രണ്ടാം പഴശ്ശി വിപ്ലവം 19-ാം നൂറ്റാണ്ടിൽ 1800-ൽ. 18-ാം നൂറ്റാണ്ടും 19-ാം നൂറ്റാണ്ടും. അടുത്ത് പഴശ്ശിയുടെ സൈന്യത്തലവൻ എടച്ചേന കുങ്കൻ നായർ. ഇത് തന്നെ പഴശ്ശിയുടെ പ്രധാനമന്ത്രി എന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പഴശ്ശിയുടെ പ്രധാനമന്ത്രി അതും എന്താണ്? എടച്ചേന കുങ്കൻ നായരാണ്. പഴശ്ശിയുടെ പ്രധാനമന്ത്രി, പഴശ്ശിയുടെ സൈന്യത്തലവൻ എടച്ചേന കുങ്കൻ നായർ. എന്നാൽ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശിയുടെ ഒരു മന്ത്രിയാണ്. ആര്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഇനി പഴശ്ശിരാജയുടെ സഹായിയായ കുറിച്യ ഗോത്രത്തിൻ്റെ നേതാവ് തലക്കൽ ചന്തു. പഴശ്ശിയുടെ സഹായിയായ കുറിച്യ നേതാവ് ആണ് ആര്? തലക്കൽ ചന്തു. ഈ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പനമരത്താണ്. വയനാട് ജില്ലയിലെ പനമരം. അപ്പോൾ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പനമരം. ഈ പഴശ്ശിരാജയുടെ സഹായിയായ കുറിച്യ നേതാവാണ് ആര്? തലക്കൽ ചന്തു. ഇനി അതുപോലെ തന്നെ ഈ തലക്കൽ ചന്തു പഴശ്ശിയുടെ സമയത്ത് അവർ പിന്തുടരുന്ന യുദ്ധമുറയാണെന്ത്? ഗറില്ല യുദ്ധമുറ, അതായത് ഒളിപ്പോര്. അതായത് ഗറില്ല യുദ്ധമുറയാണ് പഴശ്ശിയുടെ സൈന്യം ഫോളോ ചെയ്തിരുന്നത്. ഇനി 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത്. അത് മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ചാണ് പഴശ്ശിരാജ 1805 നവംബർ 30-ന് കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ മരണമടയുന്നത്. ഇനി പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് വേറെ ചോദ്യം പറയാനുള്ളത് പഴശ്ശിയുടെ സർവ്വസൈന്യാധിപൻ, അങ്ങനെ ചോദിക്കാറുണ്ട്. പഴശ്ശിയുടെ സർവ്വസൈന്യാധിപൻ, നേരത്തെ പറഞ്ഞ സൈന്യത്തലവനാണ് എടച്ചേന കുങ്കൻ നായർ. അവർ സർവ്വസൈന്യാധിപൻ എന്ന് പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അതായത് കൈതേരി അമ്പു, പഴശ്ശിയുടെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു. ഇനി
പഴശ്ശിരാജ ഒളിവിൽ കഴിഞ്ഞ സ്ഥലം. പഴശ്ശിരാജ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലമാണ് പുൽപ്പള്ളി ഗുഹ. ഇനി മിക്ക ചോദ്യങ്ങളിലും വരുന്നതെന്നാൽ വളരെയധികം കൺഫ്യൂഷൻ ആവുന്നതുമായ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പഴശ്ശി സ്മാരകം അല്ലെങ്കിൽ പഴശ്ശി ടോംബ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി. എന്നാൽ പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയിലാണ്. പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹിൽ. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്, അത് കോഴിക്കോട് ജില്ലയിലെ തന്നെ ഈസ്റ്റ് ഹില്ലിലാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിൽ. ഇനി പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണെന്ന് പറഞ്ഞു. ഈ സ്മാരകത്തിൻ്റെ ശില്പി യൂജിൻ പണ്ഡ്യാല. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. ഈ പഴശ്ശി സ്മാരകത്തിൻ്റെ ശില്പി യൂജിൻ പണ്ഡ്യാല. ഇനി മാനന്തവാടിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവരം, ഹൊസങ്കടി അതായത് പുതിയ അങ്ങാടി എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലം മാനന്തവാടിയാണ്. പുരാതന കാലത്ത് ഹൊസങ്കടി അതായത് പുതിയ അങ്ങാടി എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലം വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ്. ഇനി കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരൻ. ഈ സിനിമയുടെ തിരക്കഥ രചിച്ചത് M.T. വാസുദേവൻ നായർ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയുടെ സംവിധായകൻ ഹരിഹരൻ, അതിൻ്റെ തിരക്കഥ M.T. വാസുദേവൻ നായർ. ഇനി വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട കുറിച്യർ ലഹള അല്ലെങ്കിൽ കുറിച്യർ കലാപം, അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. കുറിച്യർ ലഹള അല്ലെങ്കിൽ കുറിച്യർ കലാപം 1812 മാർച്ച് 25 വയനാട് ജില്ലയിലെ വടക്കൻ വയനാട്ടിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ തോമസ് വാർഡൻ്റെ നികുതി വ്യവസ്ഥക്കെതിരെ നടന്ന ഒരു കാർഷിക കലാപമാണ് കുറിച്യർ ലഹള. അപ്പോൾ ഇത് നടന്നത് 1812 മാർച്ച് 25 വടക്കൻ വയനാട്ടിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതൊരു കാർഷിക കലാപമാണ്. ഇത് എന്തിനെതിരെ നടന്ന കലാപമാണ്? കാർഷിക കലാപമാണ്. ബ്രിട്ടീഷ് നികുതി വ്യവസ്ഥക്കെതിരെ. ഇത് നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ. അപ്പോൾ കുറിച്യർ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് കുറിച്യർ ലഹള 1812 മാർച്ച് 25 ഒരു കാർഷിക കലാപമാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആദിവാസി വിഭാഗം, വയനാട് ജില്ലയിലുണ്ടായിരുന്ന മറ്റൊരു ആദിവാസി ഗോത്ര വിഭാഗമാണ് കുറിച്യരും കുറുമ്പരും. അപ്പോൾ കുറുമ്പർ വയനാട് ജില്ലയിലെ മറ്റൊരു ആദിവാസി ഗോത്ര വിഭാഗം. ഇനി ഈ കുറിച്യർ ലഹളയ്ക്ക്, ഈ കാർഷിക കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. കുറിച്യർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി രാമൻ നമ്പി. കുറിച്യർ കലാപത്തിൻ്റെ അല്ലെങ്കിൽ കുറിച്യർ ലഹളയുടെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പോൾ ഈ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് ലഹളയുമായി ബന്ധപ്പെട്ടതാണ്? കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ടത്. വയനാട് ജില്ലയിലെ കുറിച്യർ ലഹളയുമായി ബന്ധപ്പെട്ടതാണ്. 1812 മാർച്ച് 25 ആ കലാപം. ഇനി കുറിച്യർ ലഹള അല്ലെങ്കിൽ കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് 1812 മെയ് 8. മാർച്ച് 25 തുടങ്ങി ഏപ്രിൽ കഴിഞ്ഞ് മെയ് 8 ഇത് അടിച്ചമർത്തിയത്. ബ്രിട്ടീഷുകാർ ഈ ലഹള അടിച്ചമർത്തിയത് അല്ലെങ്കിൽ കുറിച്യർ കലാപം അവസാനിച്ചത് മെയ് 8. അപ്പോൾ കുറിച്യർ ലഹളയുടെ ടൈം പീരീഡ് എന്നാണ് 1812 മാർച്ച് 25 മുതൽ മെയ് 8 വരെ. അപ്പോൾ ചുരുക്കത്തിൽ
വയനാട് ജില്ലയിലെ വടക്കൻ വയനാട്ടിൽ ബ്രിട്ടീഷ് നികുതി വ്യവസ്ഥയ്ക്കെതിരെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ തോമസ് വാർഡൻ്റെ ബ്രിട്ടീഷ് നികുതി വ്യവസ്ഥയ്ക്കെതിരെ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ കുറിച്യർ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കാർഷിക കലാപമാണ് കുറിച്യർ ലഹള. ഇത് 1812 മാർച്ച് 25 മുതൽ മെയ് 8 വരെയായിരുന്നു. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യത്തോടു കൂടിയായിരുന്നു ഈ യുദ്ധം, ഈ ലഹള, ഈ കലാപം നടന്നത്. ഇത് അവസാനിച്ചത് മെയ് 8-ന്, 1812 മെയ് 8. താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. കോഴിക്കോട് ജില്ലയെയും വയനാട് ജില്ലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. വയനാട് ചുരം എന്നും അറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. വയനാട് ചുരം എന്നറിയപ്പെടുന്നത് താമരശ്ശേരി ചുരമാണ്. എന്നാൽ വയനാട് ചുരം എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഫാക്റ്റാണ്, ശ്രദ്ധിക്കുക. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടല്ല, മറിച്ച് കോഴിക്കോടാണ്. അപ്പോൾ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ. ഇത് കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട ആദിവാസിയാണ് കരിന്തണ്ടൻ അല്ലെങ്കിൽ കരിന്താന്തൻ എന്നറിയപ്പെടുന്നത്. താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട ആദിവാസി, താമരശ്ശേരി ചുരം കണ്ടെത്തിയ ആദിവാസി. ഇദ്ദേഹത്തെ വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ലക്കിടി, വയനാട്ടിലെ ലക്കിടിയിലെ ഒരു മരത്തിൽ ബന്ധിപ്പിച്ച് വധിക്കുകയാണ് ചെയ്തത്. അത് ആ മരം അറിയപ്പെടുന്നത് ചങ്ങല മരം എന്നാണ്. അപ്പോൾ ചങ്ങല മരം സ്ഥിതി ചെയ്യുന്നത്, താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട ചങ്ങല മരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിയിൽ. വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ലക്കിടി. അപ്പോൾ ഈ ലക്കിടിയിലാണ് ചങ്ങല മരം സ്ഥിതി ചെയ്യുന്നത്. ഇത് വയനാട് ചുരവുമായി ബന്ധപ്പെട്ട, താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട കരിന്താണ്ടൻ എന്ന ആദിവാസിയുമായി ബന്ധപ്പെട്ടതാണ് ചങ്ങല മരം. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് കരിന്തണ്ടൻ. വയനാട്ടിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് കരിന്തണ്ടൻ. വയനാട് ചുരവുമായി ബന്ധപ്പെട്ട സിനിമയാണ് കരിന്തണ്ടൻ. 2019 നവംബർ മാസത്തിൽ 2019 നവംബർ മാസത്തിൽ പുറത്തിറങ്ങിയ വയനാട് ചുരവുമായി, താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ട സിനിമയാണ് കരിന്തണ്ടൻ. ഇതിൻ്റെ സംവിധാനം ലീല സന്തോഷ്, അതിൻ്റെ ഡയറക്ടർ ലീല സന്തോഷ്. അതിൽ കരിന്തണ്ടനായിട്ട് അഭിനയിച്ച നടൻ വിനായകൻ. കരിന്തണ്ടനായി അഭിനയിച്ച നടൻ വിനായകൻ. വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചുരമാണ് പെരിയ ചുരം. പെരിയ ചുരം ഇത് വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം. അല്ലെങ്കിൽ മാനന്തവാടിയെ, വയനാട്ടിലെ മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം. പെരിയഘട്ട് ചുരം എന്നും ഇത് അറിയപ്പെടാറുണ്ട്. പെരിയഘട്ട് ചുരം. അപ്പോൾ പെരിയ ചുരം വയനാടിനെയും വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരിയഘട്ട് ചുരമാണ് പെരിയ ചുരം എന്നറിയപ്പെടുന്നത്. അടുത്ത മറ്റൊന്നാണ് പേരമ്പാടി ചുരം. പേരമ്പാടി ചുരം വയനാടിനെയും കർണാടകയിലെ കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം. അപ്പോൾ പെരിയ ചുരം, പേരമ്പാടി, 3 ചുരങ്ങളായി. താമരശ്ശേരി ചുരം, പെരിയ ചുരം, പേരമ്പാടി ചുരം. താമരശ്ശേരി ചുരത്തിൻ്റെ മറ്റൊരു പേര് വയനാട് ചുരം. അതുപോലെ തന്നെ പെരിയ ചുരം, അതിൻ്റെ മറ്റൊരു പേരാണെന്ത്? പെരിയഘട്ട് ചുരം. 3ാമത്തെ ചുരമാണ് പേരമ്പാടി ചുരം. ഇതോടുകൂടി ഈ സെഷൻ, വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട ഭാഗം 2 പാർട്ട് 2 എന്ന സെഷൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും വിജയാശംസകളും നേരുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. A to Z ജാലകം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും എല്ലാം ഇത് ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.